ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മുടെ ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവിൻ്റെ അളവറ്റ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്. ഈ മണിക്കൂറിനെ യേശുവിലേക്ക് കൊടുക്കാം. പിതാവായ ദൈവമേ, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്തമായ കരുണ പേമാരിയായി ഞങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. പിതാവേ, അങ്ങയുടെ ആധിപത്യം, പുത്രനായ യേശുവേ, അങ്ങയുടെ അധികാരം, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഹവാസം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയട്ടെ. ദൈവമേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ കേഴുന്നു. ഈശോയേ, ഞങ്ങളുടെ മേല് അളവറ്റ കരുണ തോന്നണമേ. സ്വർഗം തുറന്ന് ഞങ്ങളുടെ മേല് നിന്റെ കരുണ വർഷിക്കണമേ. പിതാവേ, യേശുവിന്റെ യോഗ്യതയാൽ, യേശുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മേല് കരുണ തോന്നണമേ. ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഈ ദേശത്തിന്റെ മേല്, ലോകം മുഴുവന്റെ മേല് കരുണ തോന്നണമേ. സ്വർഗം തുറന്ന് നിന്റെ അനുഗ്രഹത്തിന്റെ കൈമാറി പെയ്തിറങ്ങട്ടെ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മെ തന്നെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. മിശിഹായില് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ അളവറ്റ കരുണ ഏറ്റുവാങ്ങാൻ നമ്മൾ വന്നിരിക്കുന്നവരാണ്. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ ആത്മാവിൽ നിന്നുയരുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥന, അത് വലിയ അഗ്നിയായി നമ്മുടെ ജീവിതത്തിൻ്റെ മേല് കത്തിപ്പടരുകയാണ്. ഇത് അന്ധനായ ബർത്തമിയോസ് ഈശോയാണ് വഴിയരികിലൂടെ പോകുന്നതെന്ന് അറിയുമ്പോൾ അവൻ ഇതുപോലെ ദൈവസന്നിധി വിളിക്കുന്നുണ്ട്. ദാവീദിന്റെ പുത്രനായ ഈശോയെ, എൻ്റെ മേൽ കരുണ തോന്നണമേ. നോക്കുക, എത്രയോ ചെറിയ പ്രാർത്ഥന, എന്നാൽ എത്രയോ വലിയ ദൈവിക ഇടപെടലാണ് ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ മേൽ ചൊരിയുക. അപ്പോൾ ജീവിതത്തിലെ ചെറിയ കാൽവയ്പ്പുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് ഉയരുന്ന ചെറിയൊരു പ്രാർത്ഥന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. God can bring large result from small beginning. ചെറിയൊരു തുടക്കത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവര്, ഏത് പ്രതിസന്ധിയിലും കർത്താവിന്റെ മുമ്പിൽ വന്ന് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ കേഴുമ്പോൾ അവിടെ ദൈവത്തിന്റെ
അത്ഭുത ശക്തി കത്തിപ്പടരുകയാണ്. കോട്ടാശ്രമത്തില് കൺവെൻഷനോടൊക്കെ അടുക്കുന്ന സമയങ്ങളിൽ രാവും പകലും ദിവികാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുറെ ജീവിതങ്ങളുണ്ട്. ഏകദേശം 90ഓളം ദിവസം രാവും പകലും ഇങ്ങനെ ദിവികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ഇതാ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഒരു പെൺകുട്ടി ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിച്ച് പറയുക, അച്ഛാ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ മകളോട് പറഞ്ഞ, മോളെ മുട്ടുകൊത്ത്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ മകൾ മുട്ടുകൊത്തി ഇത് അധരങ്ങളിൽ നിന്ന് ഇങ്ങനെ സ്തുതിപ്പ് തുടങ്ങി. ഞാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ മറുഭാഷകളിൽ ഇങ്ങനെ ഏതൊക്കെയോ പുതിയ പുതിയ ഭാഷകളിൽ ആ മകൾ ഇങ്ങനെ നിർത്താതെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. എനിക്ക് തന്നെ വലിയ അത്ഭുതം തോന്നി. ഞാൻ ആ കൈ പിൻവലിച്ചിട്ട് ആ മകളോട് ചോദിക്കുക, മോളെ, നിനക്ക് എന്നാണ് ഇതുപോലെ ഒരു കൃപ നിന്റെ ജീവിതത്തിൽ വന്നിറങ്ങിയത്? അപ്പോൾ ആ മകള് പറയുകയാണ്, അച്ചോ, ദിവികാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഈശോയിലേക്ക് നോക്കി എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 3 മാസം കൊണ്ട് ആ മകള് ഇപ്രകാരമാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ഈ ദിവികാരുണ്യത്തിന്റെയും തിരുഹൃദയത്തിന്റെയും മുമ്പിലിരുന്ന് കുറഞ്ഞത് 1 കോടി പ്രാവശ്യം എൻ്റെ ഈശോയെ എന്ന് നിലവിളിയായി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനൊരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, 3 മാസം കൊണ്ട് ആ മകള് 1,1,25,000 പ്രാവശ്യം എൻ്റെ ഈശോയെ എന്ന് ദിവികാരുണ്യത്തിന്റെ മുമ്പിലും തിരുഹൃദയത്തിന്റെ മുമ്പിലിരുന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ്. ആ മകൾ എന്നോട് പറയുക, ഏകദേശം 90 ലക്ഷം പ്രാവശ്യം എത്തിയപ്പോഴേക്കും ഇതാ ഞാൻ അറിയാതെ എൻ്റെ ആത്മാവിൽ നിന്ന് മറുഭാഷയിൽ ഇതാ വലിയ സ്തുതിപ്പുകൾ ഉയരുകയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ കരുണ വന്നിറങ്ങാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ നമ്മിലൂടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഈ ലോകത്തിന്റെ മേല് ഇടപെടും. ഒരു ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ മേല്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേല്, നമ്മുടെ പ്രതിസന്ധികളുടെ മേല് ഒരു ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി നമ്മൾ കേണ്ടവരാണ്. അന്ധനായ ബർത്തിമേയോസ് ഈശോയാണ് അതിലൂടെ പോകുന്നതെന്ന് അവൻ അറിഞ്ഞപ്പോൾ, ഇതാ ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കരുണ തോന്നണമേ. അവന്റെ നിലവിളിയുടെ മുമ്പില് ദൈവം നിന്നു എന്നാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപികൾ മാനസാന്തരപ്പെടും. രോഗികളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യ ശക്തി വ്യാപരിക്കും. തകർന്ന ജീവിതങ്ങളെ കർത്താവ് പടുത്തുയർത്തും. രാജ്യങ്ങളുടെ മേല്, ദേശങ്ങളുടെ മേല് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ ദൈവത്തിന്റെ കരുണ വന്നിറങ്ങണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഈ ലോകത്തില് വലിയ ശക്തിയായിരുന്നു റഷ്യ. ഇതാ ദൈവനിഷേധത്തിന്റെ ഒരു ഭരണം റഷ്യയെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇതാ വിശ്വാസികൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. വിശ്വാസികൾ കൽത്തുറങ്കങ്ങളിൽ അടയ്ക്കപ്പെടുന്നു. മിഷണറിമാർക്ക് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ സ്വാതന്ത്ര്യമില്ലാതായി. വിശ്വാസം കെട്ടടങ്ങുന്ന ഒരു കാലഘട്ടത്തില് സഭ ചിന്തിക്കുക. സഭയുടെ അങ്ങോളം ഇങ്ങോളം ആലോചനകൾ നടന്നു. ഇതാ റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനാണ് മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തത്. ആളുകൾ ചിന്തിക്കുക, എന്ത് ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രാജ്യത്തിന്റെ മേല് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമോ? അല്പം സന്ദേഹത്തോടെയാണ് എങ്കിലും ഇതാ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ജനങ്ങൾ രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ,
ദൈവജനത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. റഷ്യ രണ്ടായി വിഭജിക്കപ്പെട്ടു. റഷ്യയുടെ മേല് ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. വിശ്വാസികൾക്ക് ജീവിക്കാൻ സാധ്യമായ ഒരു അന്തരീക്ഷം റഷ്യയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവനിഷേധം ഭരണം നടത്തുമ്പോൾ, നിരീശ്വരവാദം മനുഷ്യ ഹൃദയങ്ങളിൽ അടക്കി ഭരിക്കുമ്പോൾ, രോഗപീഠകള് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ ജീവിതത്തെ ഭരിക്കുമ്പോൾ, കടബാധ്യതകള് നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുമ്പോൾ, ഈശോയുടെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവമേ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാ. എവിടെ നിന്ന ഈ കരുണയുടെ പ്രാർത്ഥന ഉടലെടുത്തത്? യൂറോപ്പ് നമുക്കറിയാമല്ലോ, ക്രൈസ്തവ രാജ്യങ്ങളാ യൂറോപ്പ് മുഴുവൻ. ഈസ്റ്റേൺ യൂറോപ്പ് യുക്തിവാദത്തിന്റെ പിന്നാലെ പോയ ഒരു കാലഘട്ടം. അവിശ്വാസത്തിന്റെ പിന്നാലെ ഈസ്റ്റേൺ യൂറോപ്പ് പോകുന്നു. എന്നാൽ വെസ്റ്റേൺ യൂറോപ്പ് വിശ്വാസത്തിൽ ശക്തമായി മുന്നേറുന്നു. രക്തസാക്ഷികൾ ഓരോരുത്തരായി രൂപപ്പെടുന്നു. വിശുദ്ധര്, ഒത്തിരിയേറെ വ്യക്തികൾ വിശുദ്ധരായി രൂപാന്തരപ്പെടുന്നു. എന്നാൽ ഈസ്റ്റേൺ യൂറോപ്പ് നിരീശ്വരത്തിന്റെ പിന്നാലെ പോവുകയും ദൈവനിഷേധത്തിന്റെ പിന്നാലെ പോവുകയാണ്. ഇങ്ങനെ ദൈവനിഷേധത്തിന്റെ പിന്നാലെ ഈസ്റ്റേൺ യൂറോപ്പ് പോകുമ്പോൾ, ആ ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു രാജ്യമാണ് പോളണ്ട്. നമുക്കറിയാം, ജോൺ പോൾ മാർപ്പാപ്പ പോളണ്ടിൽ നിന്നാണ് ഉദയം ചെയ്തത്. യുവജനങ്ങളുടെ വലിയ കൂട്ടായ്മ, മില്യൺസ് ഓഫ് ദ യുവാക്കള് ഒരുമിച്ച് കൂടിയത് പോളണ്ടിലാണ്. നോക്കുക, പോളണ്ട് നിരീശ്വരത്തിന്റെ പിന്നാലെ പോയപ്പോൾ ദൈവം മാലാഖയിലൂടെ ഒരു കൊച്ചു കന്യാസ്ത്രീയോട് പറയുകയാണ്. മാലാഖയിലൂടെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഈ കൊച്ചു കന്യാസ്ത്രീ കിടന്നുറങ്ങാൻ തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ മാലാഖ ഈ കൊച്ചു കന്യാസ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ പോളണ്ടിനെ നശിപ്പിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കന്യാസ്ത്രീക്ക് മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയായി. അവൾ ചിന്തിക്കുക, എന്റെ ജന്മനാടാണ് പോളണ്ട്, ഞാൻ ജനിച്ചു വളർന്നതാണ്, ഞാൻ പഠിച്ച നാടാണ് എന്റെ പോളണ്ട്. ആ പോളണ്ട് നശിക്കാൻ പാടില്ല. ആ മകള് അവിടെ നിന്ന് ഓടി ദിവികാരുണ്യത്തിന്റെ മുമ്പിലേക്ക് ആ മകൾ ഓടി. ആ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവൾ പ്രാർത്ഥിക്കുക, ദൈവമേ പോളണ്ടിനെ നശിപ്പിക്കാൻ അങ്ങ് വിട്ടുകൊടുക്കരുതേ, പോളണ്ട് നശിച്ചു പോകാൻ അങ്ങ് അനുവദിക്കരുതേ. ആ മകള് കണ്ണുനീരോടെ ദൈവത്തിന്റെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ അവൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക, പോളണ്ട് നശിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാട് നശിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബം നശിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ മകള് ദൈവസന്നിധിയിൽ കേഴുകയാവെന്ന് പോളണ്ടിനെ അങ്ങ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പോളണ്ട് എന്ന രാജ്യം നശിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കന്യാസ്ത്രീ സിസ്റ്റർ ഫൗസ്റ്റീനിയയോട് ഈശോ പറയുകയാണ്, മോളെ നീ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പോളണ്ടിന്റെ മേല് കരുണയായിരിക്കണമേ എന്ന് നീ നിലവിളിയായി നിന്റെ ഹൃദയം ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കന്യാസ്ത്രീ പോളണ്ടിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യൂറോപ്പ് മുഴുവൻ കരുണയുടെ പ്രാർത്ഥന വ്യാപരിച്ചു. ലോകം മുഴുവനിലും കരുണയുടെ പ്രാർത്ഥന കത്തിപ്പടർന്നു. പ്രിയപ്പെട്ടവരെ, പോളണ്ടിന്റെ മേല് ദൈവം വരുത്താനിരുന്ന ശിക്ഷയെ ദൈവം പിൻവലിച്ചു. പ്രിയപ്പെട്ടവരെ, കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു രാജ്യത്തിന് മാറ്റമുണ്ടാകും. കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു ജീവിതത്തിന് മാറ്റമുണ്ടാകും. കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമോ?
പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നടക്കും. കർത്താവ് കാരുണ്യവാനാ. ഇതാ തന്നെ തേടുന്ന മക്കളിലേക്ക് അളവറ്റ കരുണ വർഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കേറാൻ നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് കത്തിപ്പടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കണക്കിന് നോക്കിയാൽ ഭാഗ്യമുള്ളവരാണ്. സഭാ ചരിത്രത്തിൽ ഇതുപോലെ കരുണയുടെ ഒരു വർഷം ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതാ മാർപ്പാപ്പ കരുണയുടെ ഒരു വർഷം പ്രഖ്യാപിച്ചപ്പോൾ ആ കരുണയുടെ ഒരു വർഷം മുഴുവൻ ഇതാ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നേറാൻ ദൈവം നമ്മുടെ ജീവിതത്തിന് ഭാഗ്യം നൽകി. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തില് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: എന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈശോ കരുണയുടെ മാതൃകയായി ഈ ലോകത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ സ്വർഗസ്ഥനായ പിതാവിനെയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ? കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നിലേക്ക് നോക്കുവിനെന്ന് ഈശോയ്ക്ക് പറയാമായിരുന്നല്ലോ. എന്നാൽ ഈശോ ഇതാ ലോകത്തോട് ചൂണ്ടിക്കാണിച്ചത് ഇതാ തന്റെ പിതാവിനെയാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഇതാ 48-ാം വാക്യത്തില് ദൈവപ്രകാരം പറയും, ഈശോ സ്വർഗസ്ഥനായ പിതാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്: എന്റെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. എന്താ ഈശോയ്ക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ പാടില്ലേ? ഞാൻ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണനായിരിക്കുവിൻ. ഞാൻ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുമെന്ന് ഈശോയ്ക്ക് പറയാൻ പാടില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ലോകത്തിന്റെ മുമ്പിൽ ഇതാ ലോകത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത് തന്റെ പിതാവിനെയാണ്. ഈ ലോകത്തിന് നമുക്കറിയാം, ഈ ലോകത്തില് ജെറുസലേം ദേവാലയം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണ്. ഈ ദേവാലയം നിർമ്മിച്ചത് ആരാ? ഈ ദേവാലയം നിർമ്മിച്ചത് സോളമൻ രാജാവാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദേവാലയം നിർമ്മിച്ചത് സോളമൻ രാജാവാണ്. ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ കർമ്മത്തില് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 20,000 കാളകളെയാണ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. 1,20,000 ആടുകളെയാണ് ആ പ്രതിഷ്ഠാകർമ്മത്തില് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 20,000 കാളകളെ ഒരു ബലിപീഠത്തിൽ ബലിയർപ്പിച്ചാൽ, അല്ലെങ്കിൽ 1,20,000 ആടുകളെ ഒരു ബലിപീഠത്തിൽ ബലിയർപ്പിച്ചാൽ അവിടെ നിന്ന് ഒഴുകുന്ന രക്തം ഒരുപക്ഷെ പുഴ പോലെ ആ ബലിപീഠത്തിൽ നിന്ന് ഇതാ അവിടെ നിന്ന് ഒഴുകിയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ദൈവം പറയുക, ഇനിയും നിങ്ങൾ ബലിയർപ്പിക്കുവിൻ. അപ്പോൾ പഴയ നിയമത്തില് ഒരു കാലഘട്ടത്തില് മൃഗബലി ദൈവം കൈക്കൊണ്ടുവെങ്കിൽ പിന്നീട് ദൈവം പറയുകയാണ്, ഇതാ എനിക്ക് നിങ്ങളുടെ മൃഗബലി സ്വീകാര്യമല്ല, നിങ്ങളുടെ ബലിയിൽ ഞാൻ പ്രസാദിക്കുകയില്ല, കാളുകളുടെയും കോലാടുകളുടെയും ബലിയിൽ ഇനി ഞാൻ പ്രസാദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ മനുഷ്യൻ എങ്ങനെ ബലിയർപ്പിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ആബേല്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആബേല് തന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ ബലി ദൈവം കൈക്കൊണ്ടു. ഇതാ രക്തബലിയാണ് ദൈവം സ്വീകരിക്കുന്നതെങ്കിൽ കുഞ്ഞാടുകളുടെയോ കാളക്കടാവുകളുടെയോ ബലി സ്വീകരിക്കാതെ വരുമ്പോൾ കർത്താവ് പിന്നെ ആരുടെ ബലിയാണ് സ്വീകരിക്കുക? പ്രിയപ്പെട്ടവരെ, രക്തം ചിന്തിയുള്ള ബലി കർത്താവ് കൈക്കൊള്ളും. എന്നാൽ മൃഗങ്ങളുടെ രക്തത്തിന് മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കിയ ദൈവമാണ് മൃഗബലിയിൽ സംപ്രീതനാകാതെ
ഇതാ ഇതാ ദൈവം പറയുക, ഇനിമേലിൽ ഞാൻ മൃഗബലി സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് ബലിയായി മാറാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനാ നമ്മുടെ തമ്പുരാൻ. ഇതാ മനുഷ്യന് ബലിയായി മാറാൻ പാടില്ലായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, മനുഷ്യർ പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി മാറി. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി മാറി. അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ രക്തത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ ബലിയായി മാറാൻ യോഗ്യതയില്ല. അപ്പോൾ ഈ ലോകത്തിൽ ബലിയായി മാറാൻ യോഗ്യതയുള്ളതിന് അല്പം രക്തമായി മാറാൻ ഈശോ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യരുടെ രക്തം ബലിയർപ്പിക്കാൻ കൊള്ളുകയില്ല. മൃഗബലിയില് ദൈവം പ്രസാദിക്കുകയില്ല. ഇതാ ആത്മാവായ ദൈവത്തിന്, ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ ലോകത്ത് അല്പം രക്തം ചിന്താൻ ദൈവത്തിന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് പറക്കേണ്ടി വന്നു. ഈ ലോകത്തിൽ ദൈവം വന്ന് പിറന്നത് അല്പം രക്തത്തിന് വേണ്ടിയാ. നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന് പരിഹാരമായി പിതാവിന്റെ മുമ്പില് കരുണയ്ക്ക് വേണ്ടി കേഴാൻ അല്പം രക്തമായി മാറാൻ ഇറങ്ങി വന്ന ദൈവപുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം കരുണയിൽ സമ്പന്നനാ. God is rich in mercy. കർത്താവ് കരുണയിൽ സമ്പന്നനാ. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെടുന്നത്. ഈശോയ്ക്ക് ഈ ലോകത്തോട് പറയാനുള്ളത് ദൈവത്തിന്റെ കരുണയെ കുറിച്ചാ. തന്റെ മക്കളോട് പറയാനുള്ളത് ഞാൻ കാരുണ്യവാനാണ് എന്നാണ് ഈശോയ്ക്ക് ഈ ലോകത്തോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വേദനയുടെ നൊമ്പരത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്ന് കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഒരു തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞ് പാകിസ്ഥാനിലെ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ഇതാ ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് തളർന്നു കിടക്കുന്ന ഒരു മകള്. എല്ലാ ദിവസവും ആ മകള് തൻ്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവത്തെ അറിയണം, അനുഭവിക്കണം. ഇതാണ് ആ മകളുടെ ജീവിതത്തിന്റെ ഏക പ്രാർത്ഥന. തൻ്റെ ഈ ദുരാവസ്ഥയിൽ കിടന്നുകൊണ്ട്, തൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഇതാ ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിക്കുക. ഈശോയെ അവൾ അറിയില്ല. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവത്തെ അനുഭവിക്കണമെന്ന പ്രാർത്ഥനയോടെ നിരന്തരം ഇതാ കയ്യോ കാലോ ചലിപ്പിക്കാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ കിടന്ന് അവൾ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കിടന്നിറങ്ങുമ്പോൾ ഒരു അമാനുഷികമായ ഒരു ദൈവിക പ്രകാശം അവളുടെ മുറിയിലേക്ക് കടന്നു വന്നു. ആ പ്രകാശം അവളുടെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അതൊരു മനുഷ്യ രൂപമായി മാറി. ഒരു മനുഷ്യ രൂപം അവളോട് പറയുകയാണ്, ഫാത്തിമ, ഞാൻ യേശു ക്രിസ്തുവാണ്. ഇന്നു മുതൽ നീ എന്റെ സാക്ഷിയായി മാറും. പ്രിയപ്പെട്ടവരെ, ഒരു സ്വപ്നം കണ്ട ലാഘവത്തോടെ ആ മകള് ഇത് ഇങ്ങനെ കണ്ട് അങ്ങനെ മയങ്ങി കിടന്നുറങ്ങിപ്പോയി. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അവൾ കൈ ഒന്ന് ചലിപ്പിക്കാൻ നോക്കിയപ്പോൾ കൈകൾ ചലിക്കുന്നു. ഇതാ കാലുകൾ ചലിപ്പിക്കാൻ നോക്കിയപ്പോൾ കാലുകൾ ചലിക്കുന്നു. അവളൊന്ന് എഴുന്നേറ്റിരിക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് എഴുന്നേറ്റിരിക്കാൻ സാധിക്കുന്നു. അത്ഭുതം! അവൾ നിന്നു, ചാടി നോക്കി, ചാടാൻ പറ്റുന്നു. ഇതാ അവിടെ കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ട് അവൾ ഉറക്കെ പറയുകയാണ്, ഈശോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈശോ എന്നെ തൊട്ടു. ഈശോ എന്നോട് കരുണ കാണിച്ചു. ഇതാ ഈശോ എന്റെ ജീവിതത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ആ കുടുംബം മുഴുവൻ ഇതാ സന്തോഷിക്കാൻ തുടങ്ങി. ആ കുടുംബം ഇതാ മുഴുവൻ സന്തോഷത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങി. ആ മകൾ അറിയാതെ
ആ മകളുടെ അധരങ്ങളിൽ നിന്ന് ഈശോയെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ദൈവത്തിന്റെ അനന്തമായ കരുണ അവളെ സ്പർശിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവം അവൾക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവളുടെ വീട്ടിൽ ഇത് അവളുടെ അധരങ്ങളിൽ നിന്ന് എപ്പോഴും ഈശോയെ ഈശോയെ എന്ന ഒരു വിളിയായി അവൾ അറിയാതെ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. ഇതാ ആ കുടുംബത്തിലുള്ളവർ പറയുകയാണ്, മോളെ, ഇനിമേലിൽ ഈശോ എന്ന നാമം ഇനി നമ്മുടെ ഈ ഭവനത്തിൽ നീ ഉച്ചരിക്കരുത്. പ്രിയപ്പെട്ടവരെ, താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ഇതാ പങ്കുവെക്കാൻ സാധിക്കാത്ത അവള് ഇത് അത്രമാത്രം നിരുത്സാഹപ്പെടുത്തിയോ, അത്രമാത്രം അവൾ ഇതാ ഉറക്കെ പ്രഘോഷിക്കാൻ പറയാൻ തുടങ്ങി. എന്ത് ഫലം? ആ വീട്ടിൽ നിന്ന് അവളെ അടിച്ചിറക്കി. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു മകള് ആ തെരുവിൽ നിന്നുകൊണ്ട് ഈശോയോട് ഈശോയെ കുറിച്ച് അവൾ പറയാൻ തുടങ്ങി. അവൾ പറയുന്ന വാക്കുകളില് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. ആളുകൾ തടിച്ചുകൂടി. ഇതാ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നു. തെരുവീതിയിൽ വലിയ ചരക്ക്. പോലീസുകാർ കടന്നു വന്നു, അവളെ പിടിച്ച് ജയിലറയിൽ അടച്ചു. ഇതാ ജയിലിൽ കിടന്നു പോലും അവൾ ഈശോയെ കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ദൈവത്തിന്റെ ഒരു സ്പർശനം നമ്മുടെയൊക്കെ ജീവിതത്തില് സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ ജീവിതത്തിന്റെ മുമ്പില് നമ്മുടെ ഉൾവിളിയായി ദൈവത്തിന്റെ മുമ്പില് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം ദൈവം പറയുന്നത് എന്താ? എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ, എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ ദൈവത്തിന്റെ വഴികൾ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവിന്റെ കരുണ തലമുറകളിലേക്ക് ഒഴുകിയിറങ്ങാൻ ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമായി നമ്മൾ മാറും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ നമ്മെ സമർപ്പിച്ചാൽ, ഈശോയ്ക്ക് വേണ്ടി നമ്മെ സമർപ്പിച്ചാൽ, നമ്മുടെ സമർപ്പണ വഴികള് തലമുറകളിലേക്ക് കരുണ ഒഴുകാൻ ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമായി നമ്മൾ മാറും. കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിൽ നമ്മെ കർത്താവിന് കൊടുക്കാൻ, കർത്താവിന്റെ കരുണയോട് ചേർന്ന് നിന്ന് ഈ ലോകത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഇതാ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്കറിയാമല്ലോ, ഈ കാലഘട്ടത്തില് ഒത്തിരിയേറെ വചന പ്രഘോഷണമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇതുപോലെ വചന പ്രഘോഷണം ഇല്ലാത്ത ഒരു കാലഘട്ടത്തില് തെരുവീതിയിലേക്ക് ഇറങ്ങി, വീട് വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷവുമായി കടന്നുപോയ ഒരു വ്യക്തിത്വം ഈ കേരള ചരിത്രത്തിൽ കേരളത്തിന് പറയാനുണ്ട്. അത് മറ്റാരുമല്ല, കൊച്ചു ഉപദേശിയാണ്. വീടുകളിലേക്ക് കയറി ചെന്ന് ഈശോയെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ കരുണയെ കുറിച്ച് പറയുന്നു, സ്വർഗത്തെ കുറിച്ച് പറയുന്നു, നിത്യതയെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ അത്ഭുതകരമായ സ്പർശനം ആ കൊച്ചു ജീവിതത്തില് ദൈവം കൊടുത്തപ്പോൾ ആ മനുഷ്യൻ തെരുവിലേക്ക് ഇറങ്ങി, വീടുകളിലേക്ക് ഇറങ്ങി. ഇതാ ഇങ്ങനെ ഈശോയെ കുറിച്ച് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു ദിവസം ആ മനുഷ്യന് ഇപ്രകാരം ഒരു ചിന്ത ഉള്ളിലുണ്ടാവുകയാണ്. ഇതാ കുറെ ദൂരേക്ക് പോയി ഈശോയെ കുറിച്ച് പറയുക. തന്റെ നാടും വീടും വിട്ട് കുറെ ദൂരെ കേരളത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോയി ഇങ്ങനെ ഈശോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പങ്കുവെച്ചുകൊണ്ട് തെരുവീതിയിലൂടെ നടന്നു പോകുന്ന ഈ മനുഷ്യൻ, വീട്ടിലാണെങ്കിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാ പട്ടിണി കിടക്കുന്ന ഭാര്യയും മക്കളും,
ഇതാ ഈ മനുഷ്യനാണെങ്കിൽ ഇതാ ഈശോയെ കുറിച്ച് ഇതാ പറഞ്ഞും പങ്കുവെച്ചും ഇങ്ങനെ മുന്നേറുകയാണ്. ഒരു ദിവസം ആ മനുഷ്യന്റെ ഉള്ളില് ഇപ്രകാരം ഒരു ചിന്തയുണ്ടാവുകയാണ്, എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുക. ഈ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്രതീക്ഷിതമായി കാണുന്ന കാഴ്ച, ഒത്തിരിയേറെ മക്കള്, വ്യക്തികള് തന്റെ വീട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്നു. വീട് മുഴുവൻ ജലപ്രളയം. ഇതെന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, തന്റെ ഏക മകൻ സാമുവൽ മരിച്ചു കിടക്കുന്നു. ഇതാ താൻ കാണുന്ന കാഴ്ച, തന്റെ മകന്റെ ഇതാ അവസാന ഈ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടേണ്ട സമയമായപ്പോഴാണ് ഈ മനുഷ്യൻ ദൈവപ്രചോദനം എന്നതുപോലെ തന്റെ വീട്ടിലേക്ക് കയറി വരിക. ആ ശവമഞ്ചത്തിന്റെ മുമ്പിലിരുന്ന് ആ മനുഷ്യൻ ഇപ്രകാരം ചിന്തിക്കുക, ദൈവമേ, നിനക്ക് വേണ്ടി എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചു. നിനക്ക് വേണ്ടി ഇതാ എന്റെ ജീവിതത്തില് ഞാൻ സാധിക്കുന്ന വിധത്തിലെല്ലാം വില കൊടുത്ത് മുന്നേറി. എനിക്കിതാണോ നീ സമ്മാനമായി നൽകിയത്? ആ മനുഷ്യന്റെ മനസ്സ് അല്പം ഒന്ന് തേങ്ങാൻ തുടങ്ങി. ആ തന്റെ മകൻ സാമുവലിന്റെ മുഖത്ത് നോക്കി വിതുമ്പുന്ന ആ ഹൃദയവുമായി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ചിന്ത ആ മകന്റെ, ആ ദാസന്റെ, ദൈവദാസന്റെ ഹൃദയത്തിലേക്ക് ദൈവം ഇട്ടുകൊടുത്തു. അത് ഇപ്രകാരമാണ്, നീ എന്തിനെ കുറിച്ചാ ഈ ലോകത്തിൽ പ്രഘോഷിച്ചത്? നീ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ ഇതാ മുന്നേറിയത്? നീ പറഞ്ഞ വഴികളില് നിനക്ക് മുമ്പേ ഞാൻ നിന്റെ മകനെ കൊണ്ടുപോയി എന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഒരു പേപ്പറും പേനയിലും എടുത്ത് കുറിച്ചു വെച്ചു, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എന്റെ കരങ്ങളിൽ തന്നാലും സന്തോഷത്തോടെ ഞാൻ അത് പാടി അത് ഏറ്റുവാങ്ങി ഹല്ലേലൂയ പാടും. ഹല്ലേലൂയ. ഈ കേരളക്കരയില് അങ്ങോളം ഇങ്ങോളം ചലനം സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ വലിയ ശക്തിയായി ആ ഗാനം ആഞ്ഞടിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് കണ്ണുനീരുണ്ട്, ദുഃഖങ്ങളുണ്ട്, വഴിവിട്ട് നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങള് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപക്ഷെ നമ്മൾ ഇവിടെ വന്ന് കരുണയ്ക്ക് വേണ്ടി കേഴുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ആയിരിക്കാം. അപ്പോൾ ജീവിത ദുഃഖങ്ങളിൽ ഹല്ലേലൂയ പാടാൻ, കരുണയ്ക്ക് വേണ്ടി കേഴാൻ കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ടുവന്നിരിക്കുക. ദൈവം കരുണയിൽ സമ്പന്നനാണെന്ന് മനസ്സിലാക്കി ആ കരുണ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയുടെ പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ? നീതിയെ മറികടക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ. ദൈവനീതിയെ മറികടക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ. ഇന്ന് ധാരാളം മനുഷ്യർക്ക് ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. ഇതാ നല്ല ജീവിത പങ്കാളിയെ നൽകുന്നു, നല്ല സ്ഥാനമാനങ്ങൾ നൽകുന്നു, നല്ല സമ്പത്ത് നൽകുന്നു. ദൈവം ഒത്തിരിയേറെ ഓരോ മനുഷ്യരെയും അനുഗ്രഹിക്കുമ്പോൾ ദൈവം ചിലർക്ക്, കർത്താവ് ഇതാ നൽകുന്നത് ഭൗതിക അനുഗ്രഹങ്ങളല്ല, ഭൗതിക അനുഗ്രഹങ്ങളല്ല ചിലർക്ക് നൽകുന്നത്. കർത്താവ് തരുന്നത് തന്റെ കരുണയാണ്. ഈ ലോകത്തിന്റെ മുമ്പിൽ കേഴാൻ, ഈ ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ വിരിക്കാൻ, ഈ ലോകത്തില് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമേൽ നിൽക്കാൻ, കരങ്ങൾ വിരിക്കാൻ ദൈവം ചിലർക്ക് കൃപ നൽകും. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ജീവിതത്തിന് വലിയ നേട്ടങ്ങളുടെ കഥയൊന്നും പറയാനുണ്ടാവുകയില്ല. പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിന് ദൈവാനുഭവത്തിന്റെ കഥകളെ പറയാനുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തിരുസഭ അപ്പസ്തോല പ്രവർത്തനങ്ങളില് 12-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും, സഭ പീഡനങ്ങളിലൂടെ കടന്നുപോയ ആദ്യ കാലഘട്ടം. സഭയിലെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: രക്തസാക്ഷികളുടെ സഭ എന്നാണ്. രക്തസാക്ഷികളുടെ സഭ എന്നാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ സഭയെ വിശേഷിപ്പിക്കുക. എന്തുകൊണ്ടാ? സഭയിലേക്ക് ദൈവമക്കള് കടന്നു വരുന്നത് ഇതാ രക്തം ചിന്തി മരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ രക്തസാക്ഷികളുടെ സഭ എന്നാണ് ആദ്യ നൂറ്റാണ്ടില് സഭ വിശേഷിക്കപ്പെട്ടിരുന്നത്. ഇത് ചിന്തിച്ചു നോക്കി. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തില് ഹെരോദോസ് യാക്കോബിനെ ഇതാ പിടിച്ച് ചിരച്ഛേദം ചെയ്ത് കൊല്ലുകയും, ഇങ്ങനെ ചിരച്ഛേദം ചെയ്ത് കൊന്നു കഴിയുമ്പോൾ അവന് മനസ്സിലായി താൻ ചെയ്ത ഈ ധീരകൃത്യം ഇതാ ഇസ്രായേൽക്കാർക്ക്, യഹൂദർക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. യാക്കോബിനെ പിടിച്ച് ചിരച്ഛേദം ചെയ്ത് കൊന്നത് ഇതാ യൂദന്മാർക്ക്, ഇസ്രായേൽ മക്കൾക്ക്, യഹൂദർക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ അടുത്ത ഊഴം പത്രോസിനെ പിടിച്ച് കൊല്ലുക എന്നതാണ്. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിടുകയാണ്. ഈ കാരാഗൃഹത്തില് പട്ടാളക്കാരുടെ നടുവില് പത്രോസ് കിടന്നുറങ്ങുമ്പോൾ ഇതാ സഭാസമൂഹം മുഴുവൻ ഇതാ അവർ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയില് ഇതാ പത്രോസിന്റെ മേല് ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇന്ന് ചിന്തിച്ചു നോക്കിയേ, സഭാ സമൂഹം മുഴുവൻ മുട്ടുമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി പത്രോസിന്റെ മേല് ഒരു ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ഒരു ദൂതനെ കാരാഗൃഹത്തിലേക്ക് അയക്കുന്നു. ആ കാരാഗൃഹത്തില് കടന്നു എന്നുകൊണ്ട് പത്രോസിനോട് ആ ദൂതൻ തോളിൽ തട്ടിക്കൊണ്ട് പറയുക, നീ എഴുന്നേൽക്ക്, നീ ചെരുപ്പുകൾ അണിയുക, എന്റെ പിന്നാലെ വരിക. ഓരോ വഴികൾ പിന്നിട്ട് ഇതാ അവൻ ചിന്തിക്കുക, ഇത് താൻ സ്വപ്നം കാണുകയാണ് എന്ന്. സ്വപ്നം കാണുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ. എന്നാല് അവന് മനസ്സിലായി, 2 തെരുവ് പിന്നിട്ടപ്പോൾ താൻ കണ്ടത് സ്വപ്നമല്ല, ദൈവത്തിന്റെ ദൂതനെ കർത്താവ് അയച്ച് ഇതാ ഹെരോദസിന്റെ കെണിയിൽ നിന്ന് ഇതാ എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ മുമ്പില് മുഴങ്ങേണ്ട ശബ്ദമാണ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ ലോകത്തില് അലയായി സ്വർഗത്തിലോളം എത്തേണ്ട പ്രാർത്ഥനയാണ്, ദൈവമേ ഈ ലോകത്തിന്റെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്ത് ഇത്രമാത്രം മ്ലേച്ഛതകൾ തിങ്ങി നിൽക്കുന്ന ഒരു ദേശം, ആ ദേശത്ത് ഇതാ കുറച്ച് സിസ്റ്റേഴ്സ് വന്ന് ഒരു കോൺവെന്റ് സ്ഥാപിക്കുകയും അവിടെ ഉള്ളവർ പോലും പരസ്പരം പിറുപിറുത്ത് പറയാൻ തുടങ്ങി, ഇങ്ങനെയുള്ള ഒരു ദേശത്താണോ ഈ സിസ്റ്റേഴ്സ് വന്ന് ഒരു കോൺവെന്റ് സ്ഥാപിക്കുകയും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഗവനിക്കാതെ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു ഭവനം പണിത് അതിൻ്റെ മുമ്പിൽ, അതിൻ്റെ ഉള്ളില് ദിവികാരനും എഴുന്നള്ളിച്ച് വെച്ച് രാവും പകലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും. ഇങ്ങനെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ആ തിന്മ നിറഞ്ഞ ആ ദേശത്ത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകള് ഇതാ മനസ്സുരുകി ആ ദേശത്തിന്റെ മേല് ഇതാ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഏകദേശം 1 വർഷം കഴിഞ്ഞില്ല, ആ ദേശത്തിന്റെ മേല് വലിയ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. പാപത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, പൈശാചിക സ്വാധീനങ്ങൾ നിർവീര്യമാകുന്നു. ആ ദേശത്തിന്റെ മേല് ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകുക. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മേലോ മറ്റുള്ളവരുടെ മേലോ ദൈവത്തിന്റെ കരുണ ഒഴുകിയിറങ്ങാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് എപ്പോഴാ ഒരു പ്രചോദനം ഉണ്ടാകുക? ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് പ്രചോദനം ഉണ്ടാകുക? നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ഒരു തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു മാനസിക രോഗിയെ കണ്ട നമുക്ക് വല്ല ലാഘവത്വം തോന്നും. ഒരു മാനസിക രോഗി അതിൽ നടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ നാളെ അത് എന്റെ അവസ്ഥയാണ് എന്ന് ചിന്തിച്ചാലോ? നാളെ എന്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ആ മകനോട് കരുണ കാണിക്കാൻ ഏതെങ്കിലും രീതിയിൽ സാധിക്കുന്നത് പോലെ ഒരു പൊതിച്ചോറെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള ഒരു കരുണയുടെ മനോഭാവം അവന്റെ ഹൃദയത്തിൽ ഉദിക്കും.
എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരുണ ഒഴുകിയിറങ്ങുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം നമുക്ക് കിട്ടിയാൽ മാത്രമേ ദൈവത്തെ പോലെ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം ദൈവം പറയുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായം 2-ാം വാക്യം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉള്ളതിനാൽ ഇതാ ഞാൻ ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെയും അവിടേക്ക് ഞാൻ കൊണ്ടുപോകും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മൾ ഇടപഴകുന്ന മേഖലകളിലേക്ക് നമ്മൾ അറിയാതെ കരുണ ഒഴുകുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിത പങ്കാളിയോടോ നമ്മുടെ മക്കളോടോ നമ്മൾ അല്പമൊന്ന് കരുണ കാണിച്ചാല് നമ്മുടെ കുടുംബം എത്രയോ സ്വർഗമാവുകയാണ്. ഈ കരുണ കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു. അത് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നരക തുല്യമായി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്പം കരുണ നമ്മിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ തക്കവിധം ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തില് ഈശോയുടെ സന്നിധിയിലിരുന്ന് ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ കരുണയുടെ വാക്കുകൾ, കരുണയുടെ മനോഭാവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കത്തിപ്പടരും. നമ്മുടെ കുടുംബം സുഖമായി മാറും. നമുക്കറിയാമല്ലോ, പാപം ചെയ്ത ആദ്യ മാതാപിതാക്കന്മാര് എത്രയോ നിസ്സഹായ അവസ്ഥയാണ്. പാപം ചെയ്തവര് പറുദീസയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി. ഇങ്ങനെ പറുദീസയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കന്മാരോട് പിതാവായ ദൈവം വീണ്ടും അവരുടെ മേൽ ഇടപെട്ട് കരുണ കാണിക്കുന്നത് ഇതാ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തില് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, തുകൽ കൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി തന്റെ മക്കളെ ദൈവം കൊണ്ടുവന്ന് അണിയിക്കുക. അട്ടിപ്പുറത്താക്കിയെങ്കിലും അവരെ തള്ളിക്കളയാതെ അവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം. അപ്പോൾ പിതാവായ ദൈവം കരുണയുടെ ദൈവമാണ്, കരുണക്കടലാണ്. ഈ കരുണക്കടലായ ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങണം. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഇതാ തന്റെ വ്രതവാഗ്ദാന സമയത്ത് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്. ഇതാ വ്രതവാഗ്ദാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആ ദിവസം അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എന്റെ കരുണ, എന്റെ കാരുണ്യ ഹൃദയത്തെ പോലെയാണ് നിന്റെ ഹൃദയം രൂപാന്തരപ്പെടേണ്ടത്. എന്റെ കാരുണ്യത്തിന്റെ ഹൃദയം എപ്രകാരമാണോ അപ്രകാരമായിരിക്കണം നീ നിന്റെ ജീവിതത്തെ വ്രതവാഗ്ദാനത്തിലൂടെ സമർപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയം രൂപാന്തരപ്പെടേണ്ടത്. അപ്പോൾ ജീവിതത്തില് ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ, ഈ ജീവിതം കൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധിക്കണമെങ്കിൽ ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം മാറണം. പ്രിയപ്പെട്ടവരെ, ഫൗസ്റ്റീന ഒരിക്കലും തന്റെ മഠത്തില് തൻ്റെ സന്ദർശകരെ ശുശ്രൂഷിക്കുന്ന ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ കീറിയ വസ്ത്രവും ഒട്ടിയ വയറുമായി വിഷാദം നിറഞ്ഞു നിൽക്കുന്ന മുഖവുമായി ഇതാ ഫൗസ്റ്റീനയുടെ അടുത്തേക്ക് കടന്നു വന്ന് ചോദിക്കുക, എനിക്ക് അല്പം ഭക്ഷിക്കാൻ എന്തെങ്കിലും തരാമോ? ഇതാ സന്ദർശകരെ സ്വീകരിക്കേണ്ട ചാർജ് ആ കാലഘട്ടത്തിൽ ഫൗസ്റ്റീനയ്ക്കാണ്. അപ്പോൾ ഫൗസ്റ്റീനയുടെ അടുത്ത് വന്ന് ഇപ്രകാരം ചോദിക്കുമ്പോൾ ഫൗസ്റ്റീന ഇതാ അടുക്കളയിൽ ചെന്ന് ഈ പാവപ്പെട്ട മനുഷ്യന് സൂപ്പും റൊട്ടിയുമായി ഇതാ ഒരു പാത്രത്തില് സൂപ്പും റൊട്ടിയുമായി ഈ മകന്റെ അടുത്ത് വന്ന് ഈ മകനെ കൊടുക്കുകയും ഈ പാവപ്പെട്ട മനുഷ്യൻ ആ റൊട്ടിയും ആ സൂപ്പും കഴിച്ചു കഴിഞ്ഞ് ആ കാലിപ്പാത്രം ഇതാ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതാ അവിടെ വലിയ അത്ഭുതം സംഭവിക്കുകയും
ആകാശത്തിന്റെയും ഭൂമിയുടെയും കർത്താവാണ് ഞാനെന്ന സത്യം ആ ഭിക്ഷക്കാരൻ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ ആ ഫൗസ്റ്റിനയുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് കാരുണ്യ പ്രവൃത്തികള് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അത് സ്വീകരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിക്കാൻ നമ്മൾ ജീവിതത്തിൽ തയ്യാറാകുമ്പോൾ ഈ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തിയും ഏറ്റെടുക്കുന്നത് ഈശോയാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജീവിതത്തിൽ ആരോടെല്ലാം നമ്മൾ കരുണ കാണിക്കുന്നുവോ, ആരോടെല്ലാം നമ്മൾ കരുണയോട് പെരുമാറുന്നുവോ, അത് എത്തി നിൽക്കുന്നത് ഈശോയിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 8-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും, നിയമജ്ഞരും ഫരിസേയരും കൂടി ഈശോയുടെ അടുത്ത് വന്ന് ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കുറിച്ച് ഈശോ എന്ത് പറയുന്നു എന്നറിയണം, അവനിൽ കുറ്റം ആരോപിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇതാ ഈശോയുടെ സന്നിധിയിലേക്ക് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കൊണ്ടുവരുന്നത്. ഇവർ പറയുന്നത് എന്താ? ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊള്ളണമെന്ന മോശയുടെ നിയമം നിഷ്കാസിക്കുന്നത്. അപ്പോൾ ഈശോ പറയും, നീ എന്ത് പറയുന്നു? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവൻ കുനിഞ്ഞ് തന്റെ വിരല് കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നുവെന്നാണ് വചനം പറയുക. ഇതാ അവൻ വീണ്ടും ഉള്ള ചോദ്യത്തിന് പ്രകാരം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി ഇതാ അവളെ ഉപേക്ഷിച്ചു പോയി. അവസാനം യേശുവും സ്ത്രീയും മാത്രമായി. ഈശോ സ്ത്രീയോട് പറയുകയാണ്, മോളെ, ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. ദൈവത്തിന്റെ അളവറ്റ കരുണ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇതാ നഷ്ടപ്പെട്ട ജീവിതം, ദൈവസ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ മകള് അവിടെ നിന്ന് കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ദൈവത്തിന്റെ കരുണയെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ഒരു വൈദികൻ ഇപ്രകാരം ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം ഒരു വലിയ ദീർഘയാത്രയ്ക്ക് പോവുകയാണ്. ഇങ്ങനെ ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഇങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ മോടിയായി വസ്ത്രം ധരിച്ച ഒരു അമ്മയും കുഞ്ഞും ഇതാ ഈ അച്ഛൻ്റെ മുമ്പിൽ വന്നിരിക്കുകയും. ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ നിർത്തി ഭക്ഷണം കഴിക്കാനുള്ള സമയമുണ്ട്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ സമയമായി കഴിഞ്ഞപ്പോൾ ഇതാ ഈ അമ്മയും കുഞ്ഞും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതാ ട്രെയിനിലെ താഴേക്ക് ഇറങ്ങി ആ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് അവിടെ വെള്ളം കിട്ടുന്ന സ്ഥലത്തിരുന്ന് ഇവർ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയും. അച്ഛന് ഈ ട്രെയിനിൽ ഇരുന്നാൽ ഇവരിയ്ക്കുന്ന സ്ഥലം കാണാം. അച്ഛൻ ഈ അമ്മയും കുഞ്ഞിനെയും തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഈ അമ്മയും കുഞ്ഞും കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണപ്പൊതി തുറന്നു. ഇങ്ങനെ ഭക്ഷണപ്പൊതി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു തെരുവു ബാലിക എവിടെ നിന്നോ ആ സമയത്ത് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും. ഒട്ടിയ വയറും വിഷാദം നിറഞ്ഞു നിൽക്കുന്ന മുഖവും ഇതാ ഒത്തിരിയേറെ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ ആർത്തിയോടെ ഈ ഭക്ഷണപ്പൊതിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു തെരുവ് ബാലിക. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയും കുഞ്ഞും ഇത് ശ്രദ്ധിക്കുന്നില്ല. അച്ഛനാകട്ടെ ആ ട്രെയിനിന്റെ ഉള്ളിലിരുന്ന് ആ ജനാലകളിലൂടെ ഈ അമ്മയെയും കുഞ്ഞിനെയും ശ്രദ്ധിക്കുന്നു. ഈ ഉറ്റുനോക്കി നിൽക്കുന്ന ഈ തെരുവ് ബാലികയെയും ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ്റെ കണ്ണുകൾ മാറി മാറി രണ്ടുപേരിലേക്ക് നോക്കുകയാണ്. ഇതാ ഈ അമ്മയും കുഞ്ഞും സുഭിക്ഷമായി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ ഭക്ഷണം ബാക്കിയുണ്ട്. അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഭക്ഷണപ്പൊതി അങ്ങനെ തന്നെ ചുരുട്ടിക്കൂട്ടി അടുത്തുള്ള വേസ്റ്റ് പൊടിയിലേക്ക് അത് വലിച്ചൊരൊറ്റയേറാം. പ്രിയപ്പെട്ടവരെ, ഇത് നോക്കി നിൽക്കുന്ന തെരുവ് ബാലിക ആ ഭക്ഷണപ്പൊതി എടുക്കാൻ ഒരു ഓട്ടമാണ്. ഇങ്ങനെ ഓടുന്ന തെരുവ് ബാലികയുടെ മുമ്പേ ഒരു കൊല്ലിപ്പട്ടി ചാടി വന്ന് ഈ ഭക്ഷണപ്പൊതി എടുക്കാൻ പരിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊല്ലിപ്പട്ടിയെ പിന്നിലാക്കിക്കൊണ്ട് ഈ തെരുവ് ബാലിക ഈ ഭക്ഷണപ്പൊതി കൈക്കലാക്കി.
ഇങ്ങനെ ഭക്ഷണപ്പൊതി കൈക്കലാക്കി 2 കൈയും കൂട്ടി നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ തെരുവുപാലി നിൽക്കുമ്പോൾ ഈ കൊല്ലിപ്പട്ടി ഈ തെരുവുപാലികളുടെ മുമ്പില് വാലാട്ടി നിൽക്കുന്നു. നോക്കുക, ഈ തെരുവുപാലിക ആ കൊല്ലിപ്പട്ടിയുടെ മുഖത്തേക്ക് നോക്കി ആ ഭക്ഷണപ്പൊതി തുറന്നു. അതിലൊരു ഓഹരി കൊല്ലിപ്പട്ടിക്ക് കൊടുത്തുകൊണ്ട് അവൾ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുക. അച്ഛൻ എന്നിട്ട് ആ വചന ധ്യാനത്തിൽ പറയുകയാണ്, എൻ്റെ ജീവിതത്തില് ഒത്തിരിയേറെ ചിന്തിപ്പിച്ച ഒരു സംഭവമായത്. അക്ഷരാഭ്യാസമില്ല, കലാലയത്തിൽ പോയിട്ടില്ല, ജീവിതത്തില് അറിവെന്തെന്ന് അവൾക്കറിയില്ല. എന്നാല് മറ്റുള്ളവർക്ക് വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കി സഹജീവികളോട് കരുണ കാണിക്കാൻ ഇവൾക്ക് എവിടെ നിന്ന് പ്രചോദനം കിട്ടി? ആ വൈദികനിരുന്ന് ചിന്തിക്കുക, സഹജീവികളോട് കരുണ കാണിക്കാൻ എവിടെ നിന്ന് ഈ മകൾക്ക് പ്രചോദനം കിട്ടി? അതിനുത്തരം അച്ഛൻ തന്നെ പറയുകയാണ്, ജീവിതം അവളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മെ പഠിപ്പിക്കണം. ജീവിതം നമ്മുടെ മുമ്പിൽ വച്ചു നീട്ടുന്ന പച്ചയായ നഗ്ന സത്യങ്ങളുണ്ട്. അപ്പോൾ ജീവിതത്തിലെ പച്ചയായ നഗ്ന സത്യങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മുമ്പിൽ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായത്തില് ദൈവം ഇപ്രകാരം മോശയുടെ മുമ്പിലൂടെ കടന്നുപോയി എന്നാണ് വചനം പറയുക. മോശയുടെ മുമ്പിലൂടെ ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് ദൈവം കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദ്ധാരകൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. നോക്കുക, ആയിരങ്ങളോട് 10,000-ങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലും ഈശോയുടെ കാരുണ്യത്തിന്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ തെളിയണം. നമ്മൾ ഓരോരുത്തരും കരുണയുടെ ഭാവം സ്വീകരിച്ചാല് ഈ ദേശം സ്വർഗമാകും. ഈ ദേശത്ത് ദൈവത്തിന്റെ അത്ഭുത ശക്തി കത്തിപ്പടരും. ഇന്ന് ശാസ്ത്രം പോലും തെളിയിച്ച സത്യമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനിൽ നിന്ന് വലിയ കാന്തിക ശക്തി ഈ ലോകത്തിലേക്ക് കത്തി പടരുന്നു. ഇന്ന് നീ പ്രാർത്ഥിക്കുന്നവരാണോ? നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരാണോ? നീ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി കേഴുന്നവരാണോ? നിന്നിലൂടെ ദൈവശക്തി ഈ ലോകത്തിൽ കത്തിപ്പടരും. പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്തിന്റെ മേല് ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ മേല് ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി കർത്താവിന്റെ കരുണ ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനമൊന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാധീനിക്കില്ല. ഒരു ചെവിയിലൂടെ കേട്ടു, മറു ചെവിയിലൂടെ കടന്നുപോയി, അത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരുണ കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം പ്രകാരമാണ് പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പാപം ചെയ്യാത്തവൻ, നമ്മുടെ ബലഹീനതകൾ അറിയുന്നവൻ, നമ്മുടെ കുറവുകൾ കാണുന്നവൻ ഇതാ കർത്താവിന്റെ മുമ്പിൽ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി കേഴാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിന്റെ കൃപ? എന്താണ് ദൈവത്തിന്റെ കരുണ? നമ്മൾ മനസ്സിലാക്കണം. ഇതാ അർഹിക്കാത്ത, ജീവിതത്തിൽ അർഹിക്കുന്ന ദാനമാണ് കൃപ. എന്നാൽ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ വിടുതലാണ് കരുണ. നമ്മുടെയൊക്കെ ജീവിതത്തില് പാപത്തിന് നമ്മൾ ശിക്ഷ ഏറ്റുവാങ്ങണമെങ്കിൽ കർത്താവ് നമുക്ക് അർഹിക്കാത്ത കരുണ കാണിച്ചുകൊണ്ട് നമ്മെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവകൃപയും ദൈവ കരുണയും നമുക്ക് ആവശ്യമാണ്. കർത്താവ് നൽകാൻ അർഹിക്കുന്ന ദാനമായി കൃപ ഏറ്റുവാങ്ങി കരുണയിലേക്ക് ഉയരാൻ നമ്മുടെ
നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകിയിറങ്ങും. ലൂക്കായുടെ സുവിശേഷത്തില് 15-ാം അധ്യായത്തില് ഒരു ധൂർത്ത പുത്രനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ ധൂർത്തപുത്രൻ നമുക്കറിയാം, ഈ ധൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ചവന്. ഇതാ ജീവിതത്തിലുള്ള ഇതെല്ലാം നഷ്ടപ്പെടുത്തി. ഇത് അവസാനം ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അവിടെയും അവന് രക്ഷയില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓർക്കുക പ്രിയപ്പെട്ടവരെ, എന്നാല് ഇതാ പന്നികളെ മേയ്ക്കുന്ന തവിടെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഇതാ അവൻ ആ പന്നിക്കൂട്ടിലേക്ക് ചെന്നു. എന്നാൽ അതും നിഷേധിക്കപ്പെട്ടപ്പോൾ പന്നിക്കൂട്ടിൽ കിടന്ന് അവൻ പ്രകാരം ചിന്തിച്ചു എന്നാണ് പറയുക, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിച്ചാനന്ദിക്കുന്നു, ഞാനോ ഇതാ ഇവിടെ വിശന്ന് പൊലിയുന്നു. അവൻ അവിടെ കിടന്ന് ചിന്തിച്ചു, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും, മന്ദം ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് നടന്നു നീങ്ങും. ഞാൻ പിതാവിനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്ന മനസ്സോടെയാണ് അവൻ നടന്നു നീങ്ങുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിക്കുന്നു, അവൻ എഴുന്നേൽക്കുന്നു, തൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ നടന്നെടുക്കുന്നു. ഇന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, അവന് ജീവനുണ്ടോ ഇല്ലയോ? അവന് ജീവനുണ്ടോ ഇല്ലയോ? ജീവനില്ലാത്ത മനുഷ്യനാണെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ? ജീവനില്ലാത്ത മനുഷ്യനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, എന്നാൽ വചനം പറയുന്നത് പ്രകാരമാണ്, ഇവൻ പിതാവിന്റെ സന്നിധിയിൽ വന്നു നിന്നു. പിതാവ് അവനെ നോക്കി പറയുക, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുണയുടെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. ആ പിതാവ് ആ പുത്രനോട് കരുണ കാണിക്കുന്നു, അവനെ മോതിരമണിയിക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കുന്നു, അവന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നു. ആ ഭവനം മുഴുവൻ സന്തോഷത്തിന്റെ ഇടപെടൽ, ദൈവിക ഇടപെടൽ ഉണ്ടാകുക. ഹെബ്രായക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്ക് വേണ്ട സമയത്ത് ദൈവത്തിന്റെ കൃപ വേണം. നമുക്ക് വേണ്ട സമയത്ത് ദൈവത്തിന്റെ കരുണ നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങണം. അതിന് കർത്താവ് നമുക്ക് കൃപയൊഴുക്കാൻ, നമുക്ക് കരുണ തരാൻ കൃപയുടെ സിംഹാസനത്തില് അവിടുന്ന് ഉപവിഷ്ടനായിരിക്കുന്നു. ഈ ഒരു വർഷക്കാലം കർത്താവ് കൃപയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി തന്റെ മക്കളെ തടുകയാ. നിനക്ക് കൃപ വേണോ? നിനക്ക് കരുണ വേണോ? നീ എന്റെ സന്നിധിയിലേക്ക് വരിക എന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, കരുണയും കൃപയും ചൊരിയാൻ കൃപയുടെ സിംഹാസനത്തില് എഴുന്നള്ളിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരു യാത്രക്കാരായി ഈ ഒരു വർഷക്കാലം മുന്നേറുക. കരുണയുടെ വർഷത്തിന്റെ സമാപ്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അളവറ്റ കരുണ ഏറ്റുവാങ്ങി ഈ കരുണ പങ്കുവെക്കുന്നവരായി നമ്മൾ മാറണം. എങ്കിലേ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർത്ത് സന്തോഷിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മിലൂടെ, നമ്മുടെ ഹൃദയത്തിലൂടെ, നമ്മുടെ അധരങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ കരുണ ഒഴുകിയിറങ്ങണം. ദൈവത്തിന്റെ കരുണ ഒഴുകിയിറങ്ങണം. അവിടെ ദൈവം നമ്മെ ഓർത്ത്. സങ്കീർത്തന വചനം 23-ാം അധ്യായം 5-ാം വാക്യം, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. പ്രിയപ്പെട്ടവരെ, നാം ആകുന്ന പാനപാത്രം കവിഞ്ഞൊഴുകുന്ന രീതിയിൽ കർത്താവിന്റെ കരുണ ഏറ്റുവാങ്ങി നമ്മിലൂടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, അനേകരിലേക്ക് കരുണയുടെ കൃപ ഒഴുക്കാൻ നമുക്ക് സാധിക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് സഭ ദിവ്യകാരുണ്യ വർഷം പ്രഖ്യാപിച്ചു. ഈ ദിവ്യകാരുണ്യ വർഷം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ വയനാട്ടിലെ ഒരു ഇടവകയിൽ, വെറും 55 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ വികാരിയായി ഇരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ
ഒരു കുടുംബം പോലെ ഓരോ കുടുംബത്തിലും കയറി ഇറങ്ങി പ്രാർത്ഥിച്ചും സ്നേഹിച്ചും പ്രശ്നങ്ങൾ തീർത്തും ഇങ്ങനെ അവരോട് ചേർന്ന് സന്തോഷത്തിൽ മുന്നേറുന്ന ഒരു കാലഘട്ടം. ഒരു വർഷക്കാലമേ ഞാൻ അവിടെ വികാരിയായി നിന്നോളും. ആ ഒരു വർഷക്കാലമാണ് കരുണയുടെ വർഷമായി, ദിവികാരുണ്യ വർഷമായി തിരുസഭ പ്രഖ്യാപിച്ചത് വർഷം. ആ വർഷങ്ങളില് ഭവനങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ, ദിവികാരുണ്യ ആരാധന അർപ്പിക്കാൻ പ്രത്യേകമാവിധം തിരുസഭ അനുവാദം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ആ 55 വീട്ടിലും വിശുദ്ധ ബലി അർപ്പിച്ചു. 55 വീട്ടിലും മണിക്കൂറുകൾ ദിവ്യകാരുണ്യം വെച്ച് പ്രാർത്ഥിച്ചു. ഇന്നും വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ആ ഇടവകയിലെ ഓരോ കുടുംബങ്ങളും പുതിയതായി കടന്നു വരുന്ന ഓരോ വൈദികരോട് അതിനെക്കുറിച്ച് 1000 നാവായി പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ദിവികാരുണ്യത്തിന്റെ മുമ്പിലിരിക്കാൻ, വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ, ദിവികാരുണ്യത്തിന്റെയും വിശുദ്ധ ബലിയുടെയും മുൻപിലായിരുന്നു കൊണ്ട് ദൈവ കരുണ ഏറ്റുവാങ്ങി ഈ കരുണ നമ്മിലൂടെ നമ്മൾ ഇടപഴകുന്ന ജീവിതങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ നമ്മുടെ ജീവിതത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ അനേകരെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുന്ന ജീവിതങ്ങളായി മാറും. ഇന്ന് ഒത്തിരിയേറെ യുവജനങ്ങള് തകർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. തൊട്ടാശ്രമത്തിനോട് ചേർന്നുള്ള ചാലക്കുടിയിലെ ഫൊറോന സെന്റ് മേരീസ് പള്ളിയിൽ കുറച്ച് യുവാക്കള് ഇതാ വളരെ തീഷ്ണതയോടെ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് മാതാപിതാക്കള് ഏതെല്ലാം മക്കളെ കുറിച്ച്, അവരുടെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നുവോ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു എന്ന് അവരെ വചനം ധ്യാനിപ്പിക്കാൻ, വചനത്തിന്റെ മുമ്പിലായിരിക്കാൻ അവരെല്ലാം വിളിച്ചു കൊണ്ടുപോയി വലിയൊരു ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു യുവജന നിര ചാലക്കുടി ഫൊറോന പള്ളിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവര്, ഇന്ന് കർത്താവിന് പ്രവർത്തിക്കാൻ കരുണയുടെ കുറെ കരങ്ങൾ വേണം. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ വചനം കേട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നവരാകാതെ കാരുണ്യ പ്രവൃത്തിയുമായി പിശാചിന്റെ ഈ കയ്യില് കുരുക്കിൽ കിടക്കുന്ന ജീവിതങ്ങളെ വിടുവിക്കാൻ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിതങ്ങളായി മാറാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെയെല്ലാം ദൈവം നമ്മെ ഓർത്ത് സന്തോഷിക്കും. കൃപാ ജീവിതത്തിൽ ഒരു വ്യക്തി വളരുന്നത് ദൈവ കരുണ അനുഭവിച്ചുകൊണ്ട് ഈ കരുണ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുമ്പോഴാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തില് കൃപാവരത്തിൽ വളരണമെങ്കിൽ ഈ കരുണ അനുഭവിച്ച് മറ്റുള്ളവരെയും ഈ കരുണയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103:17 ദൈവം ഇപ്രകാരം പറയാണ്, കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേല് എന്നേക്കും ഉണ്ടായിരിക്കും. ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായം 50-ാം വാക്യത്തില് ദൈവം പറയുന്നത് എന്താ? അവിടുത്തെ ഭക്തരുടെ മേല് തലമുറകൾ തോറും കരുണ വർഷിക്കുന്ന ഒരു ദൈവം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവം കാരുണ്യവാനാണ്, ദൈവം കൃപാനിധിയാണ് എന്നൊക്കെ ഒത്തിരിയേറെ പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സത്യം എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സത്യം ഒരുപിടി സഹനവും ഒരുപിടി നൊമ്പരവും ഒരുപിടി ജീവിത ക്ലേശങ്ങളുമായി മുന്നേറുന്നവരാ. നമ്മൾ ചിന്തിക്കും, എന്തേ ദൈവം കാരുണ്യവാനാണ് എന്ന് പറഞ്ഞിട്ട് എന്തേ ഈ രോഗം, എന്തേ ഈ തകർച്ച, എന്തേ ഈ പ്രതിസന്ധി, എന്തേ ഇങ്ങനെയൊക്കെ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോകുന്നത്? ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും. ഒരു ദിവസം ഒരു അമ്മ, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന അമ്മ പെട്ടെന്ന് തലവേദന വന്നു, ആശുപത്രിയിൽ ചെന്നു. തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടിങ്. ഒരു സാധാരണ കുടുംബം. ആ കുടുംബം 3 ഓപ്പറേഷൻ ചെയ്തു. ആദ്യത്തെ ഓപ്പറേഷൻ കീഹോൾ ഓപ്പറേഷൻ, അത് സക്സസ് ആയില്ല. രണ്ടാമത്തെ ഓപ്പറേഷൻ, അതും സക്സസ് ആയില്ല. മൂന്നാമത്തെ തലയോട്ടി പൊളിച്ചുള്ള ഓപ്പറേഷൻ, അതും സക്സസ് ആയില്ല. ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ഒരമ്മ,
ഈ അമ്മയെ കാണാൻ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അമ്മ പറയുകയാണ്, എന്താ എൻ്റെ ദൈവം ഇങ്ങനെ എന്നോട് കാണിച്ചത്? ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അമ്മ ദൈവത്തിന്റെ മുമ്പില് ദൈവം എന്നോട് കരുണ കാണിക്കാത്തത് എന്താ എന്ന് ജീവിതത്തില് ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ചിന്തിക്കുക. ഞാൻ അന്ന് രാത്രി കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ചിന്തിച്ചു, കരുണയെ കുറിച്ചൊക്കെ ഘോരം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ എന്തേ ദൈവമേ, എന്താ അങ്ങയുടെ മകളുടെ മുമ്പില് എന്താ അങ്ങ് കരുണ കാണിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, കരുണ നമ്മുടെയൊക്കെ ജീവിതത്തില് അനുഭവങ്ങളുടെ വെളിച്ചത്തിലെല്ലാം കർത്താവ് ഇതാ അനുഭവങ്ങളില് നമുക്ക് തിക്ത അനുഭവങ്ങളാണ് എങ്കിലും ജീവിതത്തില് വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നന്മയായി മാറ്റാൻ ദൈവത്തിന് സാധിക്കുമെന്നാണ് ദൈവം പറയുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളായിരിക്കാം, നൊമ്പരങ്ങളായിരിക്കാം. ഈ നൊമ്പരങ്ങൾ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെക്കുമ്പോഴാണ് വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ നോക്കിക്കാണുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് തെറ്റുപറ്റാതെ വരിക. എന്താ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവം പറയുന്നത്? എന്താ? വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിനക്ക് തെറ്റുപറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം എന്താ? നമുക്ക് ഒരുപക്ഷെ രോഗങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ സഹനങ്ങൾ ഉണ്ടാകാം, ഒരിക്കലും തീർക്കാൻ പറ്റാത്ത കടങ്ങൾ നമ്മെ ഭരിക്കാം. എന്നാലും നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മയായി മാറുന്നത് എപ്പോഴാണ്? ഈ സഹനങ്ങൾ മുഴുവൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത് ഇതാ പൗലോസ്ലീഹ പ്രകാരം പറയും. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തില് 1-ാം അധ്യായം 12-ാം വാക്യത്തില് ഇതാ പൗലോസ്ലീഹ പറയുന്നത് പ്രകാരമാണ്, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കാനാണ് നമ്മുടെ ജീവിതത്തില് നമുക്കുണ്ടാകുന്ന ഈ തിക്ത അനുഭവങ്ങള്. അപ്പോൾ പ്രകാശത്തില് വിശുദ്ധരോടൊപ്പം പങ്കുചേരാൻ അവകാശം ലഭിക്കാൻ നമ്മുടെ ജീവിതത്തെ യോഗ്യമാക്കുക. അപ്പോൾ പാപത്തിന്റെ പിടിയിൽപ്പെട്ടു പോയ എന്നെ ദൈവമകന്റെ യോഗ്യതയിലേക്ക് ഉയർത്തുകയാണ് ദൈവത്തിന്റെ കരുണ. അപ്പോൾ പ്രത്യക്ഷത്തില് നിന്റെ രോഗമോ നിന്റെ തകർച്ചയോ കർത്താവ് കാരുണ്യവാനല്ല എന്ന് നമ്മെ ചിന്തിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നൽകിയ വലിയ രക്ഷയാണ് കർത്താവ് കാണിച്ച കാരുണ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഹനങ്ങളിലും ഇതാ ഈശോയുടെ കുരിശിലേക്ക് നോക്കി ദൈവത്തിന്റെ കാരുണ്യത്തെ ഉറക്കെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ആഗ്രഹമോ നമ്മുടെ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനം. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കരുണ ഏറ്റുവാങ്ങാൻ നമ്മൾ കൊടുക്കുന്ന വില. ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുക. ഒരിക്കല് ഒരു വൈദികൻ വേറെ 3 പേരും കൂടി നായാട്ടിന് പോവുകയാണ്. വൈദികര് നായാട്ടിന് പോകാറില്ല, എന്നാൽ ഇതൊരു കഥയാണ്. നായാട്ടിന് പോയി ഇങ്ങനെ മൃഗങ്ങളെ നോക്കിയിരിക്കുക. ഇങ്ങനെ നായാട്ടിന് വേണ്ടി 4 പേരും ഇതാ നോക്കിയിരിക്കുമ്പോൾ ഇതാ ഒരു മൃഗം കറക്റ്റ് അവരുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. 4 പേരും തോക്ക് ചൂണ്ടി വെടിവെച്ചു. മൃഗം ചത്തു വീഴുകയാണ്. ചത്തു വീണ മൃഗത്തിന്റെ സന്നിധിയിലേക്ക് 4 പേരും ഓടിച്ചെന്നു. 4 പേരും അവകാശപ്പെടുകയാണ്, ഞാനാണ് വെടിവെച്ചത്. സംഗതി ചുറ്റിയോ? ഒരാൾ പറയും, അല്ല ഞാനാണ് വെടിവെച്ചത്. അച്ഛൻ പറയും, നീ അല്ല ഞാനാണ് വെടിവെച്ചത്. 4 പേരും ഭയങ്കര തർക്കമായി. ഇങ്ങനെ തർക്കിച്ചു നിൽക്കുന്നതിനിടയിൽ വേറൊരു 5-മതൊരു വ്യക്തി അവരുടെ തർക്കത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്. ഇവരുടെ തർക്കം കേട്ടുകൊണ്ട് പറഞ്ഞു, ഈ മൃഗത്തെ വെടിവെച്ചിട്ടത് ഞാൻ ആരാണെന്ന് ഞാൻ പറയാം. ഈ മനുഷ്യൻ ഈ മൃഗത്തെ വന്ന് സൂക്ഷ്മമായി
പരിശോധിച്ചുകൊണ്ട് പറയുകയാണ്, ആ മനുഷ്യൻ അവിടെ നിന്നൊരു പ്രസ്താവന ഇറക്കി, ഈ മൃഗത്തെ വെടിവെച്ചിട്ടത് അച്ഛനാണ്. ഹല്ലേലൂയ. അപ്പോൾ ബാക്കി 3 പേരും അത് നിഷേധിച്ചു. അങ്ങനെയെങ്കിൽ അതിന് തെളിവ് പറയുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, അതിന് ഈ മനുഷ്യൻ പറഞ്ഞ തെളിവ് ഇപ്രകാരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, വെടിയുണ്ട കടന്നു പോയിരിക്കുന്നത് ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവിയിലൂടെയാണ്. ഇതിന്റെ അർത്ഥം ഇതാ അച്ഛനാണ് വെടിവെച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ വചനവേദിയിൽ ഇതാ വചനമാകുന്ന വെടിയുണ്ട ഇതാ ഓരോ വൈദികന്റെ അധരങ്ങളിലൂടെ വിശ്വാസികളിലേക്ക് ഉതിർത്തുകയാണ്. അത് ഒരു ചെവിയിലൂടെ കടന്ന് മറു ചെവിയിലൂടെ കടന്നു പോകും. ജീവിതത്തിൽ അത് അല്പം പോലും സ്വാധീനിക്കുകയില്ല. ചെമ്പലിയിൽ നിൽക്കുന്ന വെള്ളം ഒരു കാറ്റ് വന്നാൽ ഒന്ന് ആടിക്കഴിഞ്ഞാൽ ആ ചെമ്പലിയിലെ വെള്ളം ഒന്നും അറിയാത്ത രീതിയിൽ അത് ആ മണ്ണിൽ വീണു. ചെമ്പല പറയും, എൻ്റെ ഈ ഇലയിൽ ഒരു തുള്ളി വെള്ളം പോലും നിന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ കരുണ ഏറ്റുവാങ്ങി നമ്മുടെയൊക്കെ കുടുംബത്തിൽ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വലിയ പരാജയങ്ങൾ അനുഭവിക്കുന്നവരായി മാറും. ഈശോയുടെ വചനം ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അത് ഒരു ചെവിയിലൂടെ കടത്തിവിട്ട് മറു ചെവിയിലൂടെ കടന്നു പോകേണ്ടതല്ല, മറിച്ച് ഈശോയുടെ കരുണ ഏറ്റുവാങ്ങി നമ്മുടെ കുടുംബത്തിൽ ഇടപെടുന്ന മേഖലകളിൽ വലിയൊരു ശക്തിയായി അത് രൂപാന്തരപ്പെടണം. നമ്മിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഗോഡ് ക്യാൻ ബ്രിങ് ലാർജ് റിസൾട്ട് ഫ്രം സ്മോൾ ബിഗിനിങ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തുടക്കമാകട്ടെ. ദൈവത്തിൻ്റെ കരുണ ഏറ്റുവാങ്ങി സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയും മനോഭാവവുമായി സ്വർഗരാജ്യം പണിയാൻ ഈശോയെ നിന്റെ കരങ്ങളിലെ ഉപകരണമാക്കി എന്നെ മാറ്റൂ എന്ന പ്രാർത്ഥനയോടെ തുടർന്നുള്ള ആരാധനയിൽ നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ കുടുംബം മുഴുവൻ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ വലിയ വിടുതലിന് വേണ്ടി, വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി, വിശേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒത്തുനിൽക്കാം. ഈശോയുടെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നാളെ വൈകിട്ട് 4:30 കൺവെൻഷൻ്റെ അവസാന ദിവസത്തെ ശുശ്രൂഷകൾ നാളെ 4:00 വിസ്തുവാനോടെ ആരംഭിക്കുന്നു.
ഈശോയെ കോടാനുകോടി മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ സൈന്യാധിപയായ പരിശുദ്ധ അമ്മേ, സൈനിക വ്യൂഹങ്ങളോടെ ഈ ആലയത്തിന്റെ മേൽ പറന്നിറങ്ങണമേ. ഞങ്ങളുടെ നിലവിളിയെ കൈക്കൊള്ളണമേ. ദൈവ കരുണയെ ഏറ്റുവാങ്ങാൻ ഞങ്ങളുടെ ആത്മാവിന്റെ മേലുള്ള അധികാരം ഏറ്റെടുക്കണേ എന്ന പ്രാർത്ഥനയോടെ ജീവിതത്തിന്റെ അധികാരം ഈശോയ്ക്ക് കൊടുത്ത് ദിവികാരണത്തിലേക്ക് നോക്കി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ കോടാനുകോടി മാലാഖമാരോട് ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്ന മനസ്സോടെ ദിവികാരണത്തിലേക്ക് നോക്കി ആരാധനയായി ജീവിതം കൊടുത്ത് പാടി പ്രാർത്ഥിക്കാം. സാന്നിധ്യം ഈ കൂടാരത്തിലേക്ക് അയക്കണമേ ദൈവമേ. നിന്റെ കരുണ ലോകം മുഴുവനും എത്താൻ ഞങ്ങൾ നടത്തിയ ആരാധനയെ കൈക്കൊണ്ട് ലോകാതിർത്തി വരെ നിന്റെ കരുണ ഒഴുകട്ടെ കർത്താവേ. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിന്റെ സന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തി ആരാധിക്കുന്നു ദൈവമേ. ദിവികാരണത്തിലേക്ക് നോക്കുക. ഈശോയെ കണ്ണുകുളിർക്കെ കാണാൻ കർത്താവിന്റെ അളവറ്റ കരുണ നമ്മിലേക്ക് ഒഴുകുന്ന നിമിഷം കണ്ണുകൾ അടച്ച് ഈശോയെ ഹൃദയത്തിൽ കാണാൻ. കർത്താവേ, നിന്റെ തിരുമുറിവ് എനിക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ആ തിരുമുറിവിലേക്ക് നോക്കിയ മാർത്തോമാസികായെ പോലെ ആ തിരുമുറിവുകൾ കാണുകയും എന്റെ കരങ്ങൾ ആ വിലാപ്പുറത്ത് വെക്കുകയും ആ തിരുമുറിവുകൾ ഞാൻ കാണുകയും ചെയ്യല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവൻ. അവന് വേണ്ടി ഈശോ ഇറങ്ങി വന്നു. തോമസേ, നീ എന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, നിന്റെ കൈകൾ നീട്ടുക, എന്റെ തിരുവലാവിൽ നീ വെക്കുക. ഇതാ ആ മുറിവുകളിലേക്ക് അവൻ നോക്കി. നമുക്ക് ഈശോയുടെ തിരുമുറിവുകളെ കാണാം. ഇതാ കർത്താവിന്റെ തിരുമുറിവിൽ നിന്ന് അളവറ്റ കരുണ ഈ ലോകത്തിലേക്ക് ഒഴുകിറങ്ങിയ കർത്താവേ, നിന്റെ കരുണയാൽ എന്നെ പൊതിയണമേ, നിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ അധികാരം എന്നെ വെളിപ്പെടട്ടെ, നിന്റെ സാന്നിധ്യം എന്നെ നിറയട്ടെ. ഈശോയുടെ സാന്നിധ്യമാ സകല ബന്ധനങ്ങളും അഴിക്കുക. ഏത് അടിമത്തങ്ങളുണ്ടോ, പൈശാചിക ശക്തികളുടെ പീഡകളുണ്ടോ, എല്ലാം അഴിക്കുന്നത് ദൈവ സാന്നിധ്യമാ. ഈശോയെ, നിന്റെ സാന്നിധ്യം എനിക്ക് നൽകണമേ. നിന്റെ ആത്മാവിന്റെ ശക്തി എന്നിൽ കത്തിപ്പടരട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാം മറന്ന് തിരുമുറിവുകളെ ധ്യാനിക്കാം. ആ തിരുമുറിവുകളോട് ചേർന്ന് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയേ, ഈശോയേ, വന്ദനങ്ങൾ അറിയട്ടെ, വന്ദനങ്ങൾ അറിയട്ടെ, രോഗക്കെട്ടുകൾ അറിയട്ടെ, പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ, പാപശക്തികൾ അറിയട്ടെ. യേശുനാമത്തിന്റെ ശക്തി ലോകം മുഴുവനിലേക്കും കത്തിപ്പടരട്ടെ. ഈശോയേ, ഈശോയേ. കരങ്ങൾ വീശി ആരാധന, കരങ്ങൾ വീശിക്കൊണ്ട് എല്ലാം കൊടുത്ത് ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ജീവിത ക്ലേശങ്ങൾ, പാപവാസനകൾ എല്ലാം കൊടുത്ത് മനസ്സിന്റെ ഭാരങ്ങൾ അറിയട്ടെ, രോഗപീഠകൾ അറിയട്ടെ, പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ, അന്തരീക്ഷ ശക്തികളുടെ
ദിവികാരുണ്യത്തിലേക്ക് നോക്കി. ഇതാ ഒരു സ്നേഹിതനോടെന്നതുപോലെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി ഒന്ന് സംസാരിച്ചേ. ഈശോയെ, എന്റെ ഈ ആവശ്യത്തിന്റെ മേലെ നീ ഇറങ്ങി വരണമേ. ഒരു സ്നേഹിതനോടെന്നതുപോലെ ഇന്ന് നമ്മൾ ഏതെല്ലാം ആവശ്യങ്ങളുമായാണോ ഈ ദിവികാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കുക, വചനത്തിന്റെ മുമ്പിൽ നമ്മളായിരുന്നത്. കർത്താവേ, എന്റെ ഉള്ളറിയുന്ന ദൈവമേ, എന്നിലേക്ക് ഇറങ്ങി വരാൻ ശക്തനായ ദൈവമേ. ഇതാ യാക്കോബ് രാത്രി മുഴുവൻ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയവൻ. കർത്താവ് അവനോട് പറയുകയാണ്, നിന്നെ ഞാൻ ഇസ്രായേലാക്കി മാറ്റും. ഇതാ പത്രോസിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ പാറയാക്കി മാറ്റും. സൗലിനോട് ദൈവം പറഞ്ഞു, ഒരു ജീവിതാന്തസ് മുഴുവൻ ദൈവത്തോട് മല്ലടിച്ചവൻ, നിന്നെ ഞാൻ പൗലോസാക്കി മാറ്റും. കർത്താവേ, ഞാനൊരു പുതിയ വ്യക്തിയായി മാറണം. ഇതാ നിന്റെ മുമ്പില് ഞാൻ വന്നു നിൽക്കുന്നു. ഇതാ എന്നിലേക്ക് ഇറങ്ങി വരണമേ. ഈ ദിവികാരുണ്യത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ശക്തനായ ദൈവം വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഇതാ എന്നിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ രോഗപീഠകളിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ അടിമത്തങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. രണ്ട് കരങ്ങളും ദിവികാരുണ്യത്തിലേക്ക് നീട്ടി ഈശോയെ വിളിച്ച് സ്തുതിച്ചേ. ഈശോയെ ഇറങ്ങി വരണമേ, ഈശോയെ ഇറങ്ങി വരണമേ, ഈശോയെ ഇറങ്ങി വരണമേ, ഈശോയെ ഇറങ്ങി വരണമേ. അളവറ്റ കരുണ ഒഴുകട്ടെ, അളവറ്റ കരുണ ഒഴുകട്ടെ. സത്യം എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യരും അന്ത്യരും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ദിവികാരുണ്യത്തിലേക്ക് നോക്കാം. ഇതാ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന 1137 ജീവിതങ്ങളിലേക്ക് കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായ തലവേദനയുള്ള 17 പേരുടെ മേല് കർത്താവ് തൊട്ട് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. ലിവർ സിറോസിസ് ഉള്ള 2 പേരുടെ മേല് കർത്താവ് ഇടപെട്ട് സൗഖ്യം നൽകുന്നു. അപകടത്തിൽപ്പെട്ട് കൈക്ക് ശക്തമായ വേദനയുള്ള ഒരാളെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ വീശിക്കൊണ്ട് വീണ്ടും ആരാധിക്കാം. ആരാധന. എല്ലാവരും ചേർന്ന് പ്രകൃതിയുള്ള 337 പേർക്ക് കർത്താവ് കരുണ നൽകി. ഇതാ ശാന്തത എന്ന വലിയ പുണ്യം നൽകി. ഇതാ കുടുംബം സ്വർഗമാകാനുള്ള വലിയ അനുഗ്രഹം നൽകുന്നു. ഹല്ലേലൂയ. ശരീരം മുഴുവൻ വേദന, നീർക്കെട്ട് 21 പേരുടെ മേൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ. വിവാഹ തടസ്സം മാറ്റി
18ഓളം ജീവിതങ്ങളില് കർത്താവ് ഇതാ പുതിയ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആരാധന നമുക്ക് പാടിക്കൊണ്ട് കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന്റെ കലഹങ്ങളെ, അസ്വസ്ഥതകളെ പിശാച് വെച്ച് നേടുന്നതാണ്. ഈശോയുടെ സാന്നിധ്യമാണ് സമാധാനമായിട്ട് മാറുക. 17 വയസ്സ് പ്രായമുള്ള ഒരു മകളോട് തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് മാറാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് കൂടുതൽ ആകർഷണം നൽകി ഈശോ ഈ സമൂഹത്തിലെ പലരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമവാദമുള്ള ഒരാളെ ഈശോ തൊട്ട് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. 2 കരങ്ങളും സാധിക്കുന്നത് പോലെ നമുക്ക് വിരിച്ചു പിടിക്കാം. ഈ വിരിക്കപ്പെട്ട കരങ്ങളില് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കൊണ്ടുവന്ന് ഇതാ ഈ നവംബർ മാസം മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന മാസമാണ്. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഓർമ്മയിൽ വരുന്ന എല്ലാവരെയും ഈ വിധിക്കപ്പെട്ട കരങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഈശോ നമ്മുടെ പ്രിയപ്പെട്ടവര് ഇതാ നമ്മുടെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കേഴുന്ന ഒരു മാസമാണ്. ഇതാ നമ്മുടെ പ്രിയപ്പെട്ടവര്, എന്റെ മോനെ മോളെ, നീ എനിക്ക് വേണ്ടി കരയുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ നിന്റെ തിരുരക്ത കടലിൽ മുക്കി ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, മാലാഖഗണത്തോട് ചേർക്കണമേ. സ്വർഗത്തിന്റെ സ്തുതിപ്പ് അവർക്ക് നൽകി ഈശോയെ സ്വർഗവാസികളായി അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമായ കർത്താവേ, ഈശോ ഈശോ ഈശോ. ആരാധന, കരങ്ങൾ വീശി ആരാധിക്കാം. വീണ്ടും കരങ്ങൾ ഉയർത്താം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കരവലയത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ കുടുംബത്തിന്റെ പ്രതിനിധിയായി ഈശോയെ വിരിക്കപ്പെട്ട കരങ്ങളായി കാൽമുട്ടുകളിലായി ഇതാ നിന്റെ മുമ്പിൽ ഞാനായിരിക്കുന്നു. നിന്റെ കുരിശിന്റെ ബലിയോട് ചേർന്നു, നിന്റെ ആണിപ്പാടുള്ള കരങ്ങളോട് എന്റെ കരങ്ങളെ ഞാൻ ചേർക്കുന്നു. നിന്റെ തിരുമുറിയിൽ നിന്ന് എന്റെ കുടുംബത്തിലേക്ക് നിന്റെ കരുണയുടെ മഹാപ്രവാഹം ഒഴുകട്ടെ. ഈശോയെ, കരുണ കടലായ ദൈവമേ, നിന്റെ കരുണ എന്റെ കുടുംബത്തിന്റെ മേലെ അഗ്നി താളമായി കാറ്റി പടരട്ടെ. ഈശോ, നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈശോ 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 ഈശോ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിന്റെ പീഡകൾ അഴിയട്ടെ, പാപക്കെട്ടുകൾ അഴിയട്ടെ. ഈശോ, തിരുക്കുടുംബത്തോടെ എന്റെ കുടുംബം വളരട്ടെ. അഗ്നിയുടെ അഭിഷേകം, ഈ കാറ്റ്, ഈ സമയം, നിന്റെ കരുണ ഒഴുകട്ടെ, നിന്റെ കരുണ ഒഴുകട്ടെ. ആരാധന, കരങ്ങൾ വീശി. രണ്ട് കരങ്ങളും ശിരസിലേക്ക് വെക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കുരിശിതനായ കർത്താവിന്റെ
ഇതാ ആ മുറിവേറ്റ കരമാണ് നമ്മുടെ ശിരസിലിരിക്കുക. നമ്മുടെ ചിന്തകൾ, ഭാവനകൾ, നമ്മുടെ വാക്കുകൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. നമ്മുടെ മനസ്സിന്റെ ഓരോ മുറിവുകള് കർത്താവേ ഇതാ തിരുമുറിവുകളോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ ആത്മാവിലെ പാപക്കറകള് നിന്റെ തിരക്തം കൊണ്ട് കഴുകണമേ. ഈ ശരീരത്തിലെ ഓരോ അസ്ഥികളെ, നാഡി ഞരമ്പുകളെ, മജ്ജയെ, മാംസത്തെ, ആന്തരികവും ഭാഗികവുമായ അവയവങ്ങളെ, ശരീരത്തിന്റെ ഓരോ തുള്ളി രക്തത്തെ ഈശോയെ നിന്റെ കരുണയാൽ നിറയ്ക്കണേ കർത്താവേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറട്ടെ കർത്താവേ. ഈശോ ആശീർവദിക്കുന്ന നിമിഷം, സ്വർഗം നമ്മുടെ മേൽ തുറക്കപ്പെടുന്ന നിമിഷമാ. സ്വർഗത്തിന്റെ ശക്തി തീക്കാറ്റായി വീശട്ടെ. പരിശുദ്ധമയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ അഗ്നി ഇറങ്ങിയെങ്കിൽ, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ അഗ്നി ഇറങ്ങിയെങ്കിൽ, അപ്പസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി നാവായി നിന്റെ ഇടപെടലുണ്ടായെങ്കിൽ, ഈശോ നിന്നെ ആശീർവദിക്കുന്ന നിമിഷം സ്വർഗത്തിന്റെ ശക്തി ഈ സമൂഹത്തിന്റെ മേല്, ഓരോ മക്കളുടെ മേല് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ മധ്യനു നീ മോചനമേകി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ദൈവകന്യയുടെ മാതാവേ, തിരുസഭയുടെ സംരക്ഷകന്റെ കുടുംബങ്ങളുടെ കാവൽക്കാരനുമായ വിശുദ്ധ യോസേഫ് പിതാവേ, ദൈവകന്യയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനായെ, ദൈവകന്യയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ പാപ്പായെ, മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ, മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരുകാരായ വിശുദ്ധരെ, സകല വിശുദ്ധാത്മാക്കളെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.